നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം തെക്കേപ്പുറത്ത് മാക്കാലിക്കാവ് കുംഭഭരണി ഉത്സവത്തിനിടെ ആനയിടഞ്ഞു. തടത്താവിള ശിവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. അനിഷ്ട സംഭവങ്ങളില്ല. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേല വർണ്ണാഭം. ഭരണിവേലയിൽ വിവിധ ദേശ ഉത്സവ കുതിരകളടക്കം 15 കുതിരകൾ കാവേറി. നാദവർണ്ണങ്ങൾ പെയ്തിറങ്ങിയ ഭരണിവേലയ്ക്കെത്തിയത് പതിനായിരങ്ങൾ. കേച്ചേരി കുന്നംകുളം ജംഗ്ഷനുകളുടെ വികസനം കിഫ്ബി ആസ്ഥാനത്ത് യോഗം ചേർന്നു. 15 കോടി രൂപയുടെ കേച്ചേരി ജംഗ്ഷൻ വികസന രൂപരേഖ അന്തിമ അംഗീകാരത്തിന് സമർപ്പിക്കാൻ ധാരണയായി. ചാവക്കാട് ബീച്ച് റോഡിൽ പ്രവർത്തിക്കുന്ന മാം ആൻഡ് ബേബി എന്ന സ്ഥാപനത്തിന്റെ ചുമർ കുത്തിപ്പൊളിച്ച് മോഷണശ്രമം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മെയ് മാസം ആദ്യവാരത്തിൽ പ്രഖ്യാപിക്കും. പരീക്ഷകൾ അവസാനിച്ച് ഒരാഴ്ചയ്ക്കകം മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ആരംഭിക്കും. വിശദമായ വാർത്തയിലേക്ക്. കുന്നംകുളം തെക്കേപ്പുറത്ത് മാക്കാലിക്കാവ് കുംഭഭരണി ഉത്സവത്തിനിടെ ആനയിടഞ്ഞു. തടത്താവിള ശിവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. അനിഷ്ട സംഭവങ്ങളില്ല. ദേവസ്വം എഴുന്നള്ളിപ്പിനായാണ് കൊമ്പനെത്തിയത്. വൈകിട്ട് 4 മണിയോടെ തെക്കേപ്പുറം ഒറ്റാലിൽ നിന്നും ആരംഭിച്ച എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന് തൊട്ടുമുമ്പാണ് അനുസരണക്കേട് കാട്ടിയത്. ചങ്ങലയിട്ടതിനാൽ വലിയ പരാക്രമങ്ങൾ ഉണ്ടായില്ല. മെല്ലെ നടന്ന് ഹരീഷ് ഹോട്ടലിന് സമീപത്തെ റോഡിൽ നിലയുറപ്പിക്കുകയായിരുന്നു. ഈ സമയം ആനപ്പുറത്ത് 3 പേർ ഉണ്ടായിരുന്നു. പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ഈ വഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു. വിവരമറിഞ്ഞ നിരവധി പേരാണ് ഇവിടെ എത്തിയത്. പാപ്പാന്മാർ ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ആനയെ തളച്ചു ലോറിയിൽ കയറ്റിക്കൊണ്ടുപോയി. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേല വർണ്ണാഭമായി. ഭരണിവേലയിൽ വിവിധ ദേശ ഉത്സവ കുതിരകളടക്കം 15 കുതിരകൾ കാവേറി. പതിനായിരങ്ങളാണ് നാദവർണ്ണങ്ങൾ പെയ്തിറങ്ങിയ ഭരണിവേലയ്ക്കെത്തിയത്. അശ്വതി ഭരണി കാർത്തിക നാളുകളിലാണ് കുതിരവേലയാഘോഷിക്കുന്നത്. അശ്വതി നാളിൽ വേലൂർ ദേശ തിരിക്കുതിര, അയ്യപ്പൻകാവ് കുട്ടിക്കുതിര, വേലൂർ അമ്പലവട്ടം ദേശക്കുതിര എന്നിവ ക്ഷേത്രത്തിലെത്തി. ഭരണിവേലയിൽ ദേശക്കുതിരകളായ തയ്യൂർ, തണ്ടിലം, RMS നഗർ, എരുമപ്പെട്ടി, പാത്രമംഗലം, പഴവൂർ, വെള്ളാറ്റഞ്ഞൂർ, കരിയന്നൂർ, വിവിധ ഉത്സവ കമ്മിറ്റികളായ വേലൂർ ഹഷ്മി, ഐമു നഗർ, പഞ്ചമി നഗർ, കാഞ്ഞിരാൽ, മൈത്രി നഗർ, കുറുമാൽ, ശാന്തിനഗർ തുടങ്ങിയവകളുടെ കുതിരകളും കുട്ടിക്കുതിരകളും ക്ഷേത്രത്തിലെത്തി. പഞ്ചവാദ്യം, ശിങ്കാരിമേളം, ചെണ്ടുകാവടി, നാടൻ കലാരൂപങ്ങൾ എന്നിവ അകമ്പടിയായി. സന്ധ്യയ്ക്ക് വേലയുടെ പ്രധാന ആകർഷണമായ പ്രസിദ്ധമായ അരിത്താലത്തിന് തിരികൊളുത്തി. രാത്രി 10-ന് പ്രസിദ്ധമായ അരിപ്പറമേളം ആരംഭിച്ച് പുലർച്ചെ 1 മണിക്ക് സമാപിക്കും. അരിപ്പറമേളത്തിന് പെരുവനം സതീശൻ മാരാർ നേതൃത്വം നൽകും.
കാർത്തികവേലയിൽ കാലത്ത് മേളത്തിന്റെ അകമ്പടിയോടെ കുതിരകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. തുടർന്ന് കുതിരകൾ ഭഗവതിയോട് ഉപചാരം ചൊല്ലി പിരിയുന്നതോടെയാണ് കുതിരവേലയ്ക്ക് സമാപനമാകുക. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനാകും. മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി സഹകാർമ്മികനാകും. ഭരണിവേലയ്ക്ക് ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ, ജനറൽ കൺവീനർ മനോജ് പെരുവഴിക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയോടനുബന്ധിച്ച് നടന്ന നടക്കൽ പറയ്ക്ക് വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. ഭരണിവേലയിൽ മാത്രം 700-ലധികം പറയാണ് വെച്ചത്. അരി, നെല്ല്, മലർ, അവിൽ, ശർക്കര, പൂവ്, പഞ്ചസാര, മഞ്ഞൾ, നാളികേരം, കുങ്കുമപ്പൊടി, മഞ്ഞൾപ്പൊടി തുടങ്ങിയവ കൊണ്ടാണ് പറ ഒരുക്കിയത്. ഭരണിവേലയിൽ കാലത്ത് 11 മണിവരെയാണ് നടക്കൽ പറ നടന്നത്. മേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രകോമരം ദേവിക്കു വേണ്ടി പറ കൈക്കൊണ്ടു. നടക്കൽ പറയ്ക്കു ശേഷം കുറൂർ മനപ്പറമ്പിലെ പറയ്ക്കു ശേഷം 15 ദിവസങ്ങളിലായി നടന്നുവന്ന പറയെടുപ്പ് അവസാനിച്ചു. മണിമലർക്കാവ് അശ്വതി വേലയിലെത്തിയ കുതിരകളെ ക്ഷേത്രങ്ങളിലേക്ക് എഴുന്നള്ളിച്ചു. വേലൂർ ദേശക്കുതിര, വെങ്ങിലശ്ശേരി ദേശം അയ്യപ്പൻകാവ് കുതിര, വേലൂർ അമ്പലവട്ടം ദേശക്കുതിര എന്നിവയാണ് ക്ഷേത്രത്തിലെത്തിയത്. പഞ്ചവാദ്യം, തെയ്യം, മേളം എന്നിവയുടെ അകമ്പടിയോടെയാണ് കുതിരകളെത്തിയത്. രാവിലെ കുതിര പുണ്യാഹത്തിനു ശേഷമാണ് കുതിരകളെ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലേക്ക് എഴുന്നള്ളിച്ചത്. മറ്റു വാർത്തകളിലേക്ക്. കേച്ചേരി കുന്നംകുളം ജംഗ്ഷനുകളുടെ വികസനം. കിഫ്ബി ആസ്ഥാനത്ത് യോഗം ചേർന്നു. 15 കോടി രൂപയുടെ കേച്ചേരി ജംഗ്ഷൻ വികസന രൂപരേഖ അന്തിമ അംഗീകാരത്തിന് സമർപ്പിക്കാൻ ധാരണയായി. MLA-മാരായ AC മൊയ്തീൻ, മുരളി പെരുന്നെല്ലി, കിഫ്ബി സീനിയർ ജനറൽ മാനേജർ ഷൈല, അഡീഷണൽ CEO മിനി ആന്റണി, LA അഡ്വൈസർ മണികണ്ഠൻ, പ്രോജക്ട് മാനേജർ രാജീവൻ, KSTP എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിജി, KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബു, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജിത്ത് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കേച്ചേരി ജംഗ്ഷൻ വികസന പദ്ധതിയിൽ 5 കോടി രൂപയാണ് സ്ഥലമേറ്റെടുപ്പിന് നീക്കിവച്ചിട്ടുള്ളത്. വേലൂർ, കുന്നംകുളം, തൃശൂർ റോഡുകളിലേക്ക് 200 മീറ്ററും മറ്റം റോഡിൽ 70 മീറ്ററുമാണ് 22 മീറ്റർ വീതിയിൽ വികസിപ്പിക്കുക. ജംഗ്ഷൻ 25 മീറ്ററിലും നിർമ്മിക്കും. പൊതുമരാമത്ത് വിഭാഗം നിർമ്മിച്ച തൂവാനൂർ പാലവും പഴയ തൃശൂർ റോഡിലെ അപ്രോച്ച് റോഡും ജംഗ്ഷൻ വികസന പദ്ധതിയുടെ ഭാഗമാക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കണമെന്ന് MLA-മാർ ആവശ്യപ്പെട്ടു. കുന്നംകുളം ജംഗ്ഷൻ വികസനത്തിലെ ഭൂമി ഏറ്റെടുക്കൽ നടപടികളിൽ മെല്ലെ പോക്കുണ്ടെന്ന് AC മൊയ്തീൻ MLA ചൂണ്ടിക്കാട്ടി. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാവാത്തതിനാൽ യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് പോലുള്ള പ്രാഥമിക നടപടികൾ പോലും ആരംഭിക്കാനായിട്ടില്ലെന്ന് KRFB അധികൃതർ അറിയിച്ചു. നിലവിൽ പ്രവൃത്തി ഏറ്റെടുത്ത് കരാർ കമ്പനിയുമായി KRFB ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് തുടർ നടപടികൾ തീരുമാനിക്കാനും ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കാൻ മോണിറ്ററിംഗ് നടത്താനും യോഗത്തിൽ തീരുമാനിച്ചു. ചാവക്കാട് ബീച്ച് റോഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ ചുമർ കുത്തിപ്പൊളിച്ച് മോഷണശ്രമം. മാം ആൻഡ് ബേബി എന്ന വ്യാപാര സ്ഥാപനത്തിൽ പുലർച്ചെയാണ് മോഷണശ്രമം ഉണ്ടായതെന്നാണ് സൂചന. രാവിലെ 9-ന് സ്ഥാപനത്തിലെത്തിയ ജീവനക്കാരാണ് വിവരം അറിയുന്നത്. സ്ഥാപനത്തിന്റെ ഗോഡൌൺ വാതിൽ തുറന്ന നിലയിലായിരുന്നു. പിന്നീട് അകത്ത് കയറിയപ്പോഴാണ് എക്സോസ്റ്റ് ഫാൻ എടുത്തുമാറ്റി ചുമർ കുത്തിപ്പൊളിച്ച നിലയിൽ കണ്ടെത്തിയത്. പണമോ മറ്റു സാധനങ്ങളോ നഷ്ടപ്പെട്ടിട്ടില്ല. സ്ഥാപനത്തിന് സമീപം ബാങ്ക് കെട്ടിടത്തിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. അവിടെ നിന്ന് കമ്പിയും മറ്റും ഉപയോഗിച്ചാണ് കവർച്ചയ്ക്ക് ശ്രമിച്ചിരിക്കുന്നത്. ഗോഡൌണിൽ നിന്നും റിസപ്ഷൻ റൂമിലേക്ക് കയറുവാൻ സാധിച്ചിട്ടില്ല. ചാവക്കാട് പോലീസിൽ പരാതി നൽകി. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു.
ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപ്പാന പുരസ്കാരം പ്രശസ്ത സാഹിത്യ നിരൂപകൻ പ്രൊഫസർ കെ.പി. ശങ്കരന് സമ്മാനിച്ചു. ഗുരുവായൂർ ദേവസ്വം പൂന്താന ദിനം ആഘോഷത്തിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പൂന്താനം സമ്പൂർണ്ണ കൃതികളുടെ പാരായണത്തോടെയാണ് പൂന്താന ദിനാഘോഷ പരിപാടികൾ തുടങ്ങിയത്. തുടർന്ന് നാരായണീയം ഹാളിൽ സാഹിത്യ സെമിനാർ നടന്നു. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പ്രശസ്ത കവികൾ പങ്കെടുത്ത കാവ്യാർച്ചനയുമുണ്ടായി. വൈകിട്ട് 6-ന് ചേർന്ന സാംസ്കാരിക സമ്മേളനം മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് നിർവഹിച്ചു. പാണ്ഡ്യയും പഞ്ചാരിയും തമ്മിലുള്ള വ്യത്യാസം എന്താ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, പഞ്ചാരിയിൽ സംഗീതമുണ്ട്. അതുപോലെ സംഗീത ലോകത്ത് ശങ്കരൻ മാസ്റ്റർ നിരൂപണ ലോകത്തിലുള്ള വ്യത്യാസം എന്താ? അതിൽ സംഗീതമുണ്ട്, താളമുണ്ട്. മറ്റു പലതിലും ശബ്ദമുണ്ട്, ഒച്ചയുണ്ട്, അങ്ങനെ പലതുമുണ്ട്. സംഗീതാത്മകമായ സംഗീതവും താളവും നിറഞ്ഞ നിരൂപണ ലോകം. ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷനായി. പുരസ്കാര നിർണയ സമിതി അംഗമായ കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി പുരസ്കാര സ്വീകർത്താവിനെ പരിചയപ്പെടുത്തി. നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് മുഖ്യ അതിഥിയായിരുന്നു. ചെറുകഥാകൃത്ത് എൻ രാജൻ പൂന്താന അനുസ്മരണം നടത്തി. ദേവസ്വം ഭരണസമിതി അംഗം സി മനോജ് സ്വാഗതവും പ്രസിദ്ധീകരണ വിഭാഗം അസിസ്റ്റന്റ് മാനേജർ കെ ജി സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു. ശേഷം കലാമണ്ഡലം വീണ വാര്യരുടെ മോഹിനിയാട്ടം അരങ്ങേറി. എരുമപ്പെട്ടി കടങ്ങോട് റോഡിന് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരും പന്നിത്തടം സ്വദേശികളുമായ ആഷിഫ, ആഷ്മിൽ, ഫിദ എന്നിവർക്കാണ് പരിക്കേറ്റത്. രാവിലെ 8 മണിയോടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ 3 പേരെയും എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരളോത്സവത്തിൽ കലാമത്സരങ്ങളുമായി ബന്ധപ്പെട്ട് ക്ലബ്ബുകൾ തമ്മിൽ ചാവക്കാട് ആലിപ്പിരി സെന്ററിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് പിടികൂടി. തിരുവത്ര ചീനിച്ചുവട് ചക്കര വീട്ടിൽ മുഹമ്മദ് ഫയാസ്, ഇയാളുടെ സഹോദരൻ മുഹമ്മദ് തസൽ എന്നിവരെയാണ് ഗുരുവായൂർ ACP TS സിനോജിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ഫെബ്രുവരി 11-നാണ് കേസിനാസ്പദമായ സംഭവം. കേരളോത്സവത്തിൽ പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട് 2 ക്ലബ്ബുകൾ തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിലാണ് പോലീസ് കേസെടുത്തത്. ഒളിവിലായിരുന്ന പ്രതികളെ എറണാകുളത്തെ ലോഡ്ജിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ചാവക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ചാവക്കാട് ഇൻസ്പെക്ടർ വി വിമൽ, സബ് ഇൻസ്പെക്ടർമാരായ TS അനുരാജ്, വിഷ്ണു S നായർ, ASI അൻവർ സാദത്ത്, സിവിൽ പോലീസ് ഓഫീസർമാരായ EK ഹംദ്, സന്ദീപ് ഏങ്ങണ്ടിയൂർ, പ്രദീപ് G അനീഷ്, റോബിൻസൺ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മെയ് മാസം ആദ്യവാരത്തിൽ പ്രഖ്യാപിക്കും. കഴിഞ്ഞ ദിവസം ആരംഭിച്ച് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ അവസാനിച്ച് ഒരാഴ്ചയ്ക്കകം മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ആരംഭിക്കുന്നതിനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. 14 ദിവസം കൊണ്ട് മൂല്യനിർണ്ണയം നടത്തി അതിവേഗം ഫലം പ്രഖ്യാപിക്കും. കഴിഞ്ഞ വർഷം മെയ് 8-നാണ് 10ാം തരം പരീക്ഷയുടെ ഫലപ്രഖ്യാപനം നടന്നത്. ഇത്തവണ മെയ് 5-ന് ഫലപ്രഖ്യാപനം നടത്താനാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്ദേശിക്കുന്നത്. SSLC ഫലപ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെ ഹയർ സെക്കൻഡറി പരീക്ഷാഫലവും പ്രഖ്യാപിക്കും. SSLC പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിനായി സംസ്ഥാനത്തൊട്ടാകെ 72 കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുക. ഏപ്രിൽ 3 മുതൽ 26 വരെ 2 ഘട്ടങ്ങളിലായാണ് മൂല്യനിർണ്ണയം പൂർത്തീകരിക്കുക. ആദ്യഘട്ടം 3 മുതൽ 11 വരെയും 2ാം ഘട്ടം ഏപ്രിൽ 21-ാം തീയതി മുതൽ 26 വരെയുമാണ് നടക്കുക. ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിനായി 83 ക്യാമ്പുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഏപ്രിൽ 3 മുതൽ തന്നെയാണ് ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയ ക്യാമ്പിന് തുടക്കമാകുക. കോട്ടപ്പടിയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ 2 പേർക്ക് പരിക്ക്. കോട്ടപ്പടി സർവീസ് സഹകരണ ബാങ്കിന് സമീപം ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം. കോട്ടപ്പടി സ്വദേശി ചീരൻ ഷെല്ലി ബാബു, എളവള്ളി സ്വദേശി വടുക്കൂട്ട് വിനോജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വിനോജിന്റെ ഭാര്യ വീടിനു സമീപത്തു നിന്നും വാഹനത്തിൽ വിറക് കയറ്റിക്കൊണ്ടിരിക്കെ ഓടിയെത്തിയ കാട്ടുപന്നി ഇരുവരെയും ഇടിച്ചിടുകയായിരുന്നു. ആക്രമണത്തിൽ കാലിന് പരിക്കേറ്റ ഇരുവരും ആശുപത്രിയിൽ ചികിത്സ തേടി. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന വിവിധ വ്യക്തിഗത ആനുകൂല്യങ്ങൾ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ചിത്ര വിനോബാജി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. 3,48,000 രൂപ വകയിരുത്തി വയോജനങ്ങൾക്ക് കട്ടിലുകൾ, 2 ലക്ഷം രൂപ വകയിരുത്തി SC വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, 57,000 രൂപ വകയിരുത്തി വിദ്യാർത്ഥികൾക്ക് മേശ, കസേര എന്നിവയാണ് വിതരണം ചെയ്തത്. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NS സുമേഷ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ സെബി മണ്ടുബാൽ,
എ രത്നകുമാരി, പഞ്ചായത്ത് അംഗങ്ങൾ, ICDS സൂപ്പർവൈസർ സുലു എന്നിവർ സംസാരിച്ചു. നമ്മൾ ഈ പ്രായമായ ആളുകൾക്ക് തന്നെ താഴേക്കെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ പ്രായമായ ഉണ്ടാവുന്ന നമുക്ക് ജീവിതശൈലി രോഗങ്ങളും മറ്റും ഉള്ളവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ മുൻഗണന നൽകി വെച്ചു വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ PHC മുഖാന്തരം ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകൾ, അതുപോലെ തന്നെ പാലിയേറ്റീവ് വഴി കട്ടിൽ, എയർബെഡ്, സ്റ്റിക്ക് തുടങ്ങിയ നിരവധികളായ പദ്ധതികൾ നമ്മൾ നടത്തി. അർബുദ നിർണയ ക്യാമ്പയിനായ ആരോഗ്യം ആനന്ദത്തിന്റെ വടക്കേക്കാട് പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് NMK നബിൽ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൽസി ബാബു, സ്ഥിരം സമിതി അധ്യക്ഷരായ KV അബ്ദുൾ റഷീദ്, രുക്മിയ സുധീർ എന്നിവർ പങ്കെടുത്തു. വടക്കേക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ക്യാമ്പിൽ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ശ്രീകല പരിശോധന നയിച്ചു. പുന്നൂർക്കുളം ശാന്തി ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടുകൂടി നടന്ന ക്യാമ്പിന് ഹെൽത്ത് സൂപ്പർവൈസർ ബിജോഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ PG അശോകൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ K സുജിത്ത്, അൻവർ ഷെരീഫ് എന്നിവർ നേതൃത്വം നൽകി. ആരോഗ്യം ആനന്ദം ക്യാമ്പയിന്റെ ഭാഗമായി അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പ് പുന്നൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിജു ജോർജ് കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർമാരായ അഞ്ജന, അവസാന തുടങ്ങിയവർ നേതൃത്വം നൽകി. ആശാപ്രവർത്തകർ വാർഡുകളിൽ ശൈലി സർവേ നടത്തി കണ്ടെത്തിയവർക്കും ആശുപത്രിയിലെത്തിയവർക്കും ഹരിതകർമ്മസേന പ്രവർത്തകർക്കും പാപ്സ്മിയർ പരിശോധന നടത്തി. ഗർഭാശയാർബുദ പരിശോധനയ്ക്ക് ഡോക്ടർ അഞ്ജനയും സ്തനാർബുദ പരിശോധനയ്ക്ക് ഡോക്ടർ അവസാനയും നേതൃത്വം നൽകി. ആരോഗ്യ പ്രവർത്തകർ, അംഗൻവാടി ഹെൽപ്പർമാർ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ റോബിൻസൺ സ്വാഗതവും അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രം പബ്ലിക് ഹെൽത്ത് നഴ്സ് ശ്രീജ നന്ദിയും പറഞ്ഞു. തട്ടകത്തമ്മയെ ദർശിക്കാൻ 32 വർഷങ്ങൾക്ക് ശേഷം കരിയന്നൂർ ദേശക്കുതിര വേലൂർ മണിമലർക്കാവിലേക്ക് പുറപ്പെട്ടു. ജനകീയ ദേശ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കുതിരയെ എഴുന്നള്ളിക്കുന്നത്. വേലൂർ മണിമലർക്കാവ് ക്ഷേത്രത്തിലെ കുംഭഭരണി വേലയാഘോഷത്തിൽ ഇത്തവണ കരിയന്നൂർ ദേശക്കുതിരയും പങ്കെടുക്കും. 32 വർഷമായി മുടങ്ങിയ കുതിര എഴുന്നള്ളിപ്പ് ജനകീയ ദേശക്കൂട്ടായ്മ രൂപീകരിച്ചാണ് പുനരാരംഭിച്ചത്. മുൻപ് മരത്തിലും തകിടിലും പണിത കുതിരയായിരുന്നു എഴുന്നള്ളിച്ചിരുന്നത്. ഇത്തവണ വെള്ളോടിയോടുകൂടിയ പുതിയ പട്ടുകുതിരയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പഴവൂർ ചന്ദ്രൻ ആശാരിയാണ് പ്ലാവിന്റെ മരത്തിൽ കുതിരത്തല നിർമ്മിച്ചത്. തയ്യൂർ ഉണ്ണി ആശാരി തണ്ടും ചട്ടക്കൂടും നിർമ്മിച്ചു. സുധൻ ചൂണ്ടൽ ചൂരൽ പണികളും ചെയ്തു. സുനിൽ ചൂണ്ടലാണ് വെള്ളോടിയെ നിർമ്മിച്ചത്. തണ്ടിലും ഹരിദാസനാണ് പട്ടുചുറ്റി അലങ്കാരങ്ങൾ ചെയ്തത്. ദേശത്തെ തച്ചന്മാരും നിർമ്മാണത്തിൽ പങ്കാളികളായി. ദേശകമ്മിറ്റി പ്രസിഡന്റ് ചന്ദ്രൻ തേറുപറമ്പിൽ, സെക്രട്ടറി KS വേലായുധൻ, ട്രഷറർ ഡോക്ടർ AS സുധീഷ് കുമാർ എന്നിവരാണ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. കരിയന്നൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയ പൂജാകർമ്മങ്ങൾക്ക് ശേഷം നിർമ്മാണത്തിൽ പ്രധാന പങ്കാളികളായ KS വേലായുധൻ കുതിരയ്ക്ക് തലകൊളുത്തി. തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയവരെയും മരവും മറ്റും നൽകി സഹകരിച്ച് നേതൃത്വം നൽകിയവരെയും ആദരിച്ചു. തുടർന്ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ കുതിരയെഴുന്നള്ളിപ്പ് ആരംഭിച്ചു. ദേശത്തെ തച്ചന്മാരുടെയും പെരുവണ്ണന്മാരുടെയും കരവിരുതും തച്ചുശാസ്ത്രവും ഒത്തുചേർന്നപ്പോൾ കുതിരവേലയ്ക്കെത്തിയ ആയിരങ്ങൾക്ക് വിസ്മയമുണർത്തുന്ന വർണ്ണക്കാഴ്ചയായി. വേലൂർ മണിമലർക്കാവ് കുതിരവേലയിൽ തച്ചുശാസ്ത്രത്തിന്റെ അതിനൂതനമായ സങ്കേതങ്ങൾ നിറഞ്ഞ ശില്പചാതുര്യത്തിന്റെ നേർക്കാഴ്ചയായ തിരികുതിരകൾ പുതുതലമുറയ്ക്ക് നൽകുന്നത് ഗണിതശാസ്ത്രവും കൊത്തുപണിയും ഒത്തുചേർന്ന വേലൂരിന്റെ തനതായ ശില്പചാരുത കൂടിയാണ്. പണ്ടുകാലത്ത് ദേശത്തെ കഴിവു തെളിയിച്ച തച്ചന്മാരാണ് കുതിരവേലയിലെ കുതിരകൾക്ക് രൂപകൽപ്പന നടത്തിയത്. തച്ചുശാസ്ത്രത്തിന്റെ അനുഭവ പാഠങ്ങളുടെ നേർസാക്ഷ്യമാണ് ഈ തിരിക്കുതിരകൾ. ഇത് നിർമ്മിച്ച തച്ചന്മാരാരും സ്കൂളിൽ പോയി ഗണിതശാസ്ത്രത്തിൽ സാധ്യതകൾ പഠിച്ചവരല്ല. അനുഭവമാണ് ഇവർക്ക് ഗുരുവായി തീർന്നത്. അതുകൊണ്ട് തന്നെ വേലയ്ക്ക് കുതിരയെ നിർമ്മിക്കുന്നതിൽ ദേശത്തെ പ്രധാന ആശാരിമാരാണ് പങ്കുവഹിക്കുക. 30 അടിയിലധികം നീളമുള്ള 3 തേക്കിൻ തണ്ടിലാണ് 4 അടിയോളം ഉയരത്തിൽ കുതിരയെയും പടയാളികളെയും ചുറ്റുഗോപുരവും അലങ്കാരങ്ങളും ഇവർ തീർത്തിരിക്കുന്നത്.
കിടക്കുന്ന രീതിയിൽ ആദ്യം ഘടിപ്പിക്കുന്ന കുതിരയെ എഴുന്നള്ളിപ്പിന്റെ സമയങ്ങളിൽ 2 അടിയോളം ഉയരത്തിൽ എഴുന്നേൽപ്പിച്ച് നിർത്താനുള്ള സംവിധാനവുമുണ്ട്. കുതിര കാലുകൾക്കും ചുറ്റുഗോപുരങ്ങൾക്കും ആഭരണ ആടയാടകൾക്കും നൂറ്റാണ്ടിന്റെ പഴക്കമാണുള്ളത്. ഇവയൊക്കെയും കൊത്തുപണികളിൽ സമ്പന്നമാണ്. ചിത്രപ്പണി ചെയ്ത മരത്തിലുള്ള കുതിരത്തലയും ഏറെ ആകർഷണീയമാണ്. കനം കുറഞ്ഞ മുളം തണ്ടുകളിൽ കയർ ചുറ്റി നിർമ്മിച്ച കുതിരയുടെ ആകൃതിക്കുള്ളിൽ പട്ടു ചുറ്റുന്നത് ദേശത്തെ അവകാശമുള്ള പെരുവണ്ണാന്മാരാണ്. വെങ്ങിലശ്ശേരി അമ്പലക്കുതിര, വേലൂർ ദേശക്കുതിര എന്നീ തിരിക്കുതിരകളാണ് വേലയ്ക്കെത്തുന്നത്. തല മുകളിലേക്കും താഴേക്കും ചലിക്കുന്ന രീതിയിൽ തലയാട്ടുന്ന തിരിക്കുതിരകൾ വേലൂർ മണിമലർക്കാവ് കുതിരവേലയ്ക്ക് മാത്രമാണ് കാണാനാവുക. രാജഭരണകാലത്ത് രാജഭക്തി പ്രകടമാക്കുന്നതിനാണ് വേലൂർ, വെങ്ങിലശ്ശേരി എന്നീ ദേശങ്ങളിൽ തിരിക്കുതിരകളെ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തിരിക്കുതിരകളുടെ ഗോപുര പലകകളിൽ പാലാഴിമഥനവും അംഗത്തിന് പുറപ്പെടുന്ന പടയാളികളുടെ പ്രതിമകളും രാജ്യകന്യകയുടെ പല്ലക്ക് യാത്രയും കൊത്തിവെച്ചിട്ടുണ്ട്. കുമിഴ്, കുങ്കുമം എന്നീ മരങ്ങളാണ് കൊത്തുപണിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. മാസങ്ങളോളം ഔഷധക്കൂട്ടിട്ട എണ്ണത്തോണിയിൽ ഇട്ടുവെച്ചതിനു ശേഷമാണ് കൊത്തുപണികൾ നടത്തിയതെന്ന് പറയപ്പെടുന്നു. 30 അടിയിലധികം നീളമുള്ള തേക്കിന്റെ മരത്തിൽ കടഞ്ഞെടുത്ത തണ്ടുകളിൽ തേക്കിൻ പലകകൾ നിരത്തിയുറപ്പിച്ച ശേഷം ഇതിന് മധ്യത്തിൽ മരത്തിലുള്ള അച്ചുതണ്ടിലാണ് കുതിരയെ ഉറപ്പിക്കുന്നത്. പലകകളിൽ മരചക്രങ്ങൾ ഘടിപ്പിച്ച് കുതിരയെ ഉറപ്പിച്ച അച്ചുതണ്ടുമായി ബന്ധിപ്പിക്കുന്നു. അച്ചുതണ്ട് തിരിക്കുന്നതോടെ കുതിരയും തണ്ടുകളിൽ തിരിയാൻ തുടങ്ങും. കുതിരയ്ക്കു മുന്നിലുള്ള പാവകൾ എന്നറിയപ്പെടുന്ന പടയാളികളും ചെറുകുതിരയും ദേശക്കുതിരയ്ക്ക് അഴകും സംരക്ഷണവുമാണ് നൽകുന്നത്. നൂറ്റാണ്ടുകൾ പിന്നിട്ടെങ്കിലും ഇന്നും അതേ രീതിയിൽ രൂപത്തിൽ മാറ്റമുണ്ടാകാതെ ഈ കുതിരകൾ ഇപ്പോഴും വേലയ്ക്കെത്തുന്നത് നിർമ്മാണത്തിലെ സവിശേഷത ഒന്നുകൊണ്ടു മാത്രമാണ്. അരളിപ്പു കോർത്ത അമ്പിളിക്കല മാലയണിഞ്ഞ് തിറയും പൂതനും മണിമലർക്കാവ് കുതിരവേല വർണ്ണാഭമാക്കി. മുഖത്ത് അരിമാവ് കോലമണിഞ്ഞ് ചിലമ്പൊലിയും മണികിലുക്കവുമായി നൂറ്റാണ്ടുകാലത്തെ ചരിത്രവുമായാണ് ഇവർ കാവു കയറിയത്. കാവിൽ വേലയുടെ ഭാഗമായി നടത്തിവരുന്ന ഒരു നാടൻ കലാരൂപമാണ് പൂതൻ തിറ. അടിസ്ഥാന ജനവിഭാഗങ്ങളിൽപ്പെടുന്ന പെരുവണ്ണാൻ സമുദായമാണ് ഈ അനുഷ്ഠാന കല അവതരിപ്പിക്കാറുള്ളത്. കുതിരവേലയുടെ പറപുറപ്പാട് കഴിഞ്ഞാണ് തിറയും പൂതനും ഭഗവതിയുടെ മുന്നിൽ കൊട്ടിയാടി ഗ്രാമ സന്ദർശനത്തിനിറങ്ങിയത്. പൂതത്തിന് പല വർണ്ണങ്ങൾ തുന്നിച്ചേർത്ത വർണ്ണാഭമായ വസ്ത്രങ്ങളും തലയിൽ ഭയമുണർത്തുന്ന മട്ടിൽ ഉന്തി നിൽക്കുന്ന നാക്കും ഉണ്ടക്കണ്ണുകളുമുള്ള മുഖം മൂടിയോടുകൂടിയ കിരീടവും തിറയ്ക്ക് തലയിൽ കയറ്റി വെച്ച് വഹിക്കുന്ന താളത്തോടെ ചടുലമായ നൃത്തച്ചുവടുകളുമായാണ് സന്ധ്യയ്ക്ക് ക്ഷേത്രപ്പറമ്പിലെത്തിയത്. ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമായി ഭഗവതിക്കാവുകളിൽ തിറയും പൂതനും ഒഴിച്ചുകൂടാനാവാത്ത സ്ഥാനമുണ്ട്. അതുകൊണ്ടുതന്നെ കാഴ്ചക്കാരും വളരെയേറെയാണ്. ദേശദേശാന്തരം വീടുകളിൽ വേലയുടെ സന്ദേശമെത്തിച്ച് ദേശമാകെ ഉത്സവഛായ നിറയ്ക്കുന്ന പ്രയാണത്തിന് ശേഷമാണ് മണിമലർക്കാവിലെത്തിയത്. തിറയും പൂതനും കെട്ടിയാടുന്നത് അവകാശക്കാരായ വെങ്ങിലശ്ശേരി കേളു മകൻ ത്യാഗരാജന്റെ നേതൃത്വത്തിലാണ്. കുതിരവേലയിൽ മതിൽക്കെട്ടിനു പുറത്ത് ഗൃഹാതുരത്വമുണർത്തുന്ന വാദ്യങ്ങൾക്കൊപ്പം നടനം ചെയ്താണ് തിറയും പൂതനും കാവിറങ്ങിയത്. കൂടൽമാണിക്യം ദേവസ്വം കീഴടമായ ആളൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ 2025-26 പൂരാഘോഷത്തോടനുബന്ധിച്ചുള്ള പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ക്ഷേത്ര മൈതാനിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ പി. വിജയൻ പ്രസിഡന്റ്, CK സന്തോഷ് സെക്രട്ടറി, KR സോമൻ ട്രഷറർ, CS രാജൻ വൈസ് പ്രസിഡന്റ്, സുമേഷ് KN ജോയിന്റ് സെക്രട്ടറി എന്നിവരടങ്ങുന്ന 15 പേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയാണ് തെരഞ്ഞെടുത്തത്. അടുത്ത വർഷവും പൂരാഘോഷം അതിഗംഭീരമായ രീതിയിൽ നടത്തുമെന്ന് പുതിയതായി തെരഞ്ഞെടുത്ത പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു.
ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കാട്ടകമ്പാൽ പഞ്ചായത്തിൽ സ്ക്രീനിംഗ് ടെസ്റ്റ് നടത്തി. സംസ്ഥാന സർക്കാർ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന പേരിൽ നടത്തിയ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ MS മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പിങ്കി വിഷയാവതരണം നടത്തി. ഹെൽത്ത് ഇൻസ്പെക്ടർ KV ജയശ്രീ, സൂപ്പർവൈസർ വിശ്വനാഥൻ, പബ്ലിക് ഹെൽത്ത് നഴ്സ് ജെസി ജേക്കബ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അബ്ദുൾ മജീദ് എന്നിവർ സംസാരിച്ചു. ജൂനിയർ ഹെൽത്ത് നഴ്സുമാർ, ആശാ പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി. വെസ്റ്റുമങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി ആഘോഷിച്ചു. ചൊവ്വാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി തെക്കേടത്ത് ശശി നമ്പൂതിരിയുടെയും മേൽശാന്തി ദുർഗാദാസ് നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും പ്രത്യേക വഴിപാടുകളും നടന്നു. ഉച്ചയ്ക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. കൊമ്പൻ ഐനിക്കുളങ്ങര മഹാദേവൻ ദേവിയുടെ തിടമ്പേറ്റി. 4 മണി മുതൽ പോർക്കുളം തിരുത്തിക്കാട് ദേശങ്ങളിൽ നിന്നും എത്തിയ ദേശകുതിരകളുമായി നാട്ടുകാർ ക്ഷേത്ര പ്രദക്ഷിണം നടത്തി. വൈകിട്ട് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിന് വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളം അകമ്പടിയേകി. ക്ഷേത്രനടയിലെത്തിയ അവകാശവേലകളെ കോമരം ഉണ്ണികൃഷ്ണൻ നായർ അരിയും പൂവുമെറിഞ്ഞ് സ്വീകരിച്ചു. തുടർന്ന് തിറ, പൂതൻ, കാളി, കാള, തെയ്യം തുടങ്ങിയ കലാരൂപങ്ങളും ക്ഷേത്ര മൈതാനത്തെത്തി. സന്ധ്യയ്ക്ക് ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, കേളി, തായമ്പക എന്നിവയോടെ പകൽപൂരം സമാപിച്ചു. രാത്രി പൂരമാവർത്തനവും ചെമ്പിൻ താലം വരവും കൂട്ടിയെഴുന്നള്ളിപ്പിനും ശേഷം പുണ്യാഹത്തോടെ ക്ഷേത്രശുദ്ധിയോടെ ചടങ്ങുകൾ സമാപിക്കും. കടവല്ലൂർ പഞ്ചായത്തിലെ കൊരട്ടിക്കര 7-ാം വാർഡിൽ മടപ്പാട്ടിൽ താഴം പാടശേഖരത്തിന് സമീപം മദ്യപരുടെ താവളമാകുന്നതായി പരാതി. കഴിഞ്ഞ ദിവസം രാത്രിയിൽ റോഡിലും സമീപത്തെ വീടുകൾക്ക് മുൻപിലുമായാണ് ഉപയോഗിച്ച മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് കവറുകൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ എന്നിവയും കണ്ടെത്തിയത്. രാത്രികാലങ്ങളിൽ ഇവിടെ എത്തി മദ്യപിച്ച് സമീപത്തെ പുൽക്കാടുകളിലേക്കും പാടശേഖരങ്ങളിലേക്കും മദ്യക്കുപ്പികളും മറ്റും ഇടുന്നത് പതിവാവുകയാണെന്നും പറയുന്നു. മാസങ്ങൾക്ക് മുമ്പ് പാടശേഖരത്തിന് സമീപം ശുചിമുറി മാലിന്യവും തള്ളിയിരുന്നു. രാത്രിയുടെ മറവിൽ ഇത്തരം പ്രവൃത്തികൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു. എങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ലെന്ന് ഇവർ പറഞ്ഞു. മന്ദലാംകുന്ന് GF UP സ്കൂൾ 102-ാം വാർഷിക സമ്മേളനം പുന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് V സമീർ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് AEO PM ജയശ്രീ എൻഡോമെന്റ് വിതരണം നടത്തി. പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായിക റൈഹാന മുത്തു മുഖ്യാതിഥിയായി. സീനിയർ അധ്യാപിക റിനീഷ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കമറുദ്ദീൻ, പുന്നൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK വിജയൻ, വാർഡ് മെമ്പർ അസീസ് മന്ദലാംകുന്ന്, മുൻ പ്രധാന അധ്യാപിക PT ശാന്ത തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷനും പ്രദേശത്തെ അങ്കണവാടി വിദ്യാർത്ഥികളുടെയും സ്കൂൾ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികളും ഉണ്ടായി. വടക്കേക്കാട് കപ്ലിയങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ ഭരണി ആഘോഷിച്ചു. അശ്വതി ദിവസമായ തിങ്കളാഴ്ച രാവിലെ നടന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി മുല്ലപ്പള്ളി മനക്കൽ ശശിധരൻ ഭട്ടതിരിപ്പാട്, ക്ഷേത്രം മേൽശാന്തി റോഷിൻ, കീഴ്ശാന്തി അനന്തകൃഷ്ണൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വേല ഉത്സവങ്ങൾ കാവിലെത്തി സംഗമിച്ചു. നാട്ടുതാലം എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് കൂട്ടിയെഴുന്നള്ളിപ്പും നടന്നു. ചൊവ്വാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കുന്ന വടക്കുംവാതിൽ തുറന്ന് ഭക്തർക്ക് ദർശനം നൽകി. പട്ടും താലിയും ചാർത്തൽ, പറവെപ്പ് എന്നിവയും ഉണ്ടായി. വൈകിട്ട് 4 മുതൽ തട്ടിന്മേൽ കളി, 5:30 മുതൽ തീറക്കയറ്റം, നാടൻ കലാരൂപങ്ങളുടെ വരവ്, ശേഷം അടകുത്തി പുഴുങ്ങുന്നവരുടെ അടുപ്പിലേക്ക് മേൽശാന്തി തീ പകരും. രാത്രി നെരുതയുടെ മ്യൂസിക് നൈറ്റ് ഉണ്ടാകും. കാർത്തിക ദിവസം രാവിലെ വിശേഷാൽ പൂജകൾ, പായസ വിതരണം, അടകുത്തി പുഴുങ്ങാനെത്തിയവരെ അരിയേറിയൽ, പ്രസാദഊട്ട് എന്നിവയുണ്ടാകും. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് പ്രമോദ് കിളിയമ്പറമ്പിൽ, സെക്രട്ടറി ധനീഷ് താമരശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകും. ചാവക്കാട് നഗരസഭയിൽ 2024-25 വർഷത്തെ ജനകീയ മത്സ്യകൃഷിക്ക് തുടക്കമായി. പൊതുകുളങ്ങളിലും സ്വകാര്യ കുളങ്ങളിലും കാർപ്പ് മത്സ്യങ്ങളുടെ നിക്ഷേപം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ രേഷ്മ ആർ നായർ, മുൻ ചെയർമാനും കൗൺസിലറുമായ MR രാധാകൃഷ്ണൻ, നഗരസഭാ കൗൺസിലർമാരായ KV സത്താർ, RM ഉമ്മർ എന്നിവർ സംസാരിച്ചു. മത്സ്യകൃഷിയിലൂടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം.
എരുമപ്പെട്ടി മങ്ങാട് മങ്ങാട്ടുകാവ് ശ്രീ അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി കുതിരവേലയാഘോഷം വർണ്ണാഭമായി. വേല ദിവസം ക്ഷേത്രമേൽശാന്തി വിഘ്നേശ്വരൻ എമ്പ്രാന്തിരിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ, നടക്കൽ, പറയെടുപ്പ് എന്നിവ നടന്നു. രാവിലെ 7-ന് കീഴ്ക്കാവിൽ നിന്ന് പറയെടുപ്പോടെ അശ്വതിവേലയുടെ കുതിരകൾ ക്ഷേത്രത്തിലെത്തിച്ചേർന്നു. ഉച്ചതിരിഞ്ഞ് 1-ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഗജവീരനെ എഴുന്നള്ളിച്ചു. വൈകിട്ട് 4:15-ന് മേളത്തിന്റെ അകമ്പടിയോടെ ഭഗവതി എഴുന്നള്ളിപ്പ്, 9 വലിയ കുതിരകളും ഒരു ചെറിയ കുതിരയും ഉൾപ്പെടെ 10 കുതിരകളുമായി കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. പൂർവാചാര വേലകൾ, തേര്, കാള, പൂതൻ, തിറ, മേളം, നാടൻ കലാരൂപങ്ങൾ, കാവടി, നാഗസ്വരം, ശിങ്കാരിമേളം എന്നിവ ക്ഷേത്ര പ്രദക്ഷിണം നടത്തി. വെള്ളിയാഴ്ച പുലർച്ചെ 2-ന് തായമ്പക, കാർത്തികവേല, കളരിപ്പറ, മേളം, താലം, കുതിരവേല എന്നിവ നടക്കും. ഭഗവതി കോമരം ഹരിദാസ് കാഞ്ഞിരക്കോട്, പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് മുരളി കഴക്കൂട്ട്, സെക്രട്ടറി ബാബു വടുതല, ട്രഷറർ സുരേഷ് ഇറക്കത്ത്, ദേവസ്വം കമ്മിറ്റി പ്രസിഡന്റ് ഷാജു മങ്ങാട്, സെക്രട്ടറി വിഷ്ണു വിൽക്കുറ്റിൽ, ട്രഷറർ മനീഷ് വള്ളിക്കാട്ടിരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റായി എം നിഷാദിനെ തെരഞ്ഞെടുത്തു. മുൻ മണ്ഡലം പ്രസിഡന്റ് എ മുരളീധരൻ രാജിവെച്ച ഒഴിവിലേക്കാണ് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് നിഷാദിനെ തെരഞ്ഞെടുത്തത്. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് പള്ളിയിൽ ശുഭക്കോനോ ശുശ്രൂഷയോടെ വലിയ നോമ്പിന് തുടക്കമായി. ഫാദർ ജോസഫ് ശുഭക്കോനോ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ നിയന്ത്രണം വിട്ട കാർ ഉപയോഗശൂന്യമായി നിന്നിരുന്ന പാതയോരത്തെ സ്ട്രീറ്റ് ലൈറ്റിന്റെ തൂണിലേക്ക് ഇടിച്ചു കയറി. അപകടം. കാർ യാത്രികരായ 2 പേർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:20-നാണ് അപകടം നടന്നത്. പെരുമ്പാവൂരിൽ നിന്നും കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത്. കാറിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു. ഞമനേങ്ങാട് ന്യൂ ALP സ്കൂൾ 76-ാം വാർഷികാഘോഷവും മാതൃസംഗമവും പുതിയ പാചകപ്പുരയുടെ ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഗോപിനാഥ് പണിക്കർ അധ്യക്ഷത വഹിച്ചു. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV റഷീദ് എൻഡോമെന്റ് വിതരണം നടത്തി. ശ്രീധരൻ മാക്കാലിക്കൽ പ്രതിഭാധനം നടത്തി. സരിത ഷാജി, ന്യൂൺ മിൽ ഓഫീസർ ജീൻസ് ലാസറസ്, വേലായുധൻ മാസ്റ്റർ, സ്കൂൾ ലീഡർ അബ്ദുൽ വഹാബ് തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കായിക വളർച്ചയ്ക്ക് പിന്തുണയുമായി 1996-97 SSLC ബാച്ച് U-Turn പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഫുട്ബോൾ, വോളിബോൾ എന്നിവയാണ് സ്കൂളിന് സമ്മാനിച്ചത്. ചൊവ്വാഴ്ച രാവിലെ സ്കൂളിൽ നടന്ന ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് ബഷീർ മണാട്ടിൽ, AM ഇക്ബാൽ, PM ലത്തീഫ്, PK മുസ്തഫ എന്നിവരിൽ നിന്നും സ്കൂൾ പ്രധാനാധ്യാപിക K സുവർണകുമാരി, കായികാധ്യാപിക ഷക്കീല മുഹമ്മദ് എന്നിവർ പന്തുകൾ അടങ്ങിയ കിറ്റ് ഏറ്റുവാങ്ങി. സബ് ജില്ലാ, ജില്ലാ, സംസ്ഥാന തലങ്ങളിൽ നിന്നും സന്തോഷ് ട്രോഫി, കേരള പോലീസ്, ഇന്ത്യയിലെ മറ്റു ക്ലബ്ബുകളിലുമായി നിരവധി വിദ്യാർത്ഥികളാണ് ഫുട്ബോൾ, വോളിബോൾ രംഗത്ത് സ്കൂളിൽ നിന്നും പഠിച്ച് കായിക മേഖലയിൽ തല ഉയർത്തി നിൽക്കുന്നത്. ഇത്തവണ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ സ്പോർട്സ് ഗെയിംസ് ഇനങ്ങളിലായി 19 പേരാണ് സ്കൂളിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത്. പുന്നയൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർക്കാർ സ്കൂളുകളിലേക്ക് ബിന്നുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ അധ്യക്ഷത വഹിച്ചു. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ശശിധരൻ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ രോഹിണി സോമസുന്ദരൻ, IRTC കോർഡിനേറ്റർ BS ആരിഫ, PTA പ്രസിഡന്റ് സുധീർ ചിത്തറയിൽ, വൈസ് പ്രസിഡന്റ് രഘുനന്ദൻ, പ്രധാനാധ്യാപിക പ്രഭാവതി തുടങ്ങിയവർ പങ്കെടുത്തു. SKSSF പെരുമ്പിലാവ് മേഖലയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഇഫ്താർ ടെന്റിന് തുടക്കമായി. കൊരട്ടിക്കരയിലെ മേഖലാ ഓഫീസിന് സമീപത്താണ് ദീർഘദൂര യാത്രക്കാർക്ക് വളരെ ആശ്വാസമേകുന്ന രീതിയിൽ ടെന്റ് SKSSF വിഖായ വിംഗ് ഒരുക്കിയിരിക്കുന്നത്. ആദ്യ ദിനത്തിൽ കടവലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ടെന്റിന്റെ ഉദ്ഘാടനം ജില്ലാ വൈസ് പ്രസിഡന്റ് നാസർ MM നിർവഹിച്ചു. സുഹൈൽ PM, നവാസ് ഹുദവി, ഷിഹാബ്, സൈഫുദ്ദീൻ, സലീം, ഷാക്കിർ വാഫി, അബു താഹിർ PA തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം.
സ്വർണം ഗ്രാമിന് 7,990 രൂപ, പവന് 63,920 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 106 രൂപ. ചരമം ചാലിശ്ശേരി കളിയത്ത് കർപ്പൂട്ടി നിര്യാതനായി 91 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9 മണിക്ക് ഷൊർണൂർ ചെറുതുരുത്തി ശാന്തി തീരത്ത് നടക്കും. പരേതയായ ലക്ഷ്മിയാണ് ഭാര്യ. രുക്മിണി, വേണു, സുജ, സത്യൻ, ഷിജി എന്നിവർ മക്കളാണ്. PV ഇയുക്കുട്ടി ആൻഡ് സൺ ജ്വല്ലറി ഉടമ പാറയമ്പാടം പനക്കൽ ബാബു നിര്യാതനായി 79 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടന്നു. പരേതയായ അന്ന ഭാര്യയാണ്. അഡ്വക്കേറ്റ് ജോജു, ഡോക്ടർ ബിജു എന്നിവർ മക്കളാണ്. കുന്നംകുളം കാണിയാമ്പാൽ വടക്കൂട്ട് പരേതനായ സുബ്രു മകൻ രമേശ് നിര്യാതനായി 40 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കുന്നംകുളം ക്രിമിറ്റോറിയത്തിൽ നടക്കും. അനുഷ ഭാര്യയാണ്. നിരഞ്ജൻ മകനുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളം തെക്കേപ്പുറത്ത് മാക്കാലിക്കാവ് കുംഭഭരണി ഉത്സവത്തിനിടെ ആനയിടഞ്ഞു. തടത്താവിള ശിവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. അനിഷ്ട സംഭവങ്ങളില്ല. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേല വർണ്ണാഭം. ഭരണിവേലയിൽ വിവിധ ദേശ ഉത്സവ കുതിരകളടക്കം 15 കുതിരകൾ കാവേറി. നാദവർണ്ണങ്ങൾ പെയ്തിറങ്ങിയ ഭരണിവേലയ്ക്കെത്തിയത് 10,000. കേച്ചേരി കുന്നംകുളം ജംഗ്ഷനുകളുടെ വികസനം കിഫ്ബി ആസ്ഥാനത്ത് യോഗം ചേർന്നു. 15 കോടി രൂപയുടെ കേച്ചേരി ജംഗ്ഷൻ വികസന രൂപരേഖ അന്തിമ അംഗീകാരത്തിന് സമർപ്പിക്കാൻ ധാരണയായി. ചാവക്കാട് ബീച്ച് റോഡിൽ പ്രവർത്തിക്കുന്ന മാം ആൻഡ് ബേബി എന്ന സ്ഥാപനത്തിന്റെ ചുമർ കുത്തിപ്പൊളിച്ച് മോഷണശ്രമം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മെയ് മാസം ആദ്യവാരത്തിൽ പ്രഖ്യാപിക്കും. പരീക്ഷകൾ അവസാനിച്ച ഒരാഴ്ചയ്ക്കകം മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ആരംഭിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.